സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമായൊരു പോസ്റ്ററുമായാണ് ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം രംഗത്തു വന്നത്. സ്വാതന്ത്ര്യ സമരവേളയിൽ അതിൽ നിന്ന് അകലം പാലിച്ചിരുന്ന VD സവർക്കർ, ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർക്ക് മീതെ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു പ്രസ്തുത പോസ്റ്റർ. അതുമാത്രമായിരുന്നില്ല, ചെങ്കോട്ടയിലെ തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റാണ്ട് തികയുന്ന RSSനെ ലോകത്തെ ഏറ്റവും വലിയ സർക്കാരിതര സംഘടനയെന്ന് പുകഴ്ത്തുകയും 100 വർഷത്തെ അതിൻ്റെ യാത്ര തിളക്കമാർന്നതാണെന്ന് പറയുകയും ചെയ്തു. ആ ശ്രമം ധിക്കാരപരം മാത്രമായിരുന്നില്ല, ദേശീയ നായകന്മാർക്കും സ്വാതന്ത്ര്യ സമരത്തിനു തന്നെയും അപമാനകരമായിരുന്നു. അവരുടെ വീരോചിത ത്യാഗങ്ങളെക്കുറിച്ച് ചരിത്രം സുവർണ ലിപികളിൽ നമ്മോട് പറയുമ്പോൾ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗവുമാണിത്. 1923 VD സവർക്കർ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന പുസ്തകം എഴുതിക്കൊണ്ട് ഈ ശ്രമങ്ങളുടെ അടിത്തറ പാകിയതാണ്. രാജ്യത്തെ വിഭജിക്കാനുള്ള ആദ്യകാല നീക്കമായിരുന്നു അത്. മുസ്ലിങ്ങളുടെയും മറ്റ് സമുദായങ്ങളുടെയും പങ്ക് പരാമർശിക്കാതെ ഇന്ത്യയെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ കെട്ടിപ്പടുക്കുന്നതിന് ഹിന്ദുക്കളെ പ്രശംസിക്കുകയായിരുന്നു അദ്ദേഹം. വേദപിതാക്കന്മാരും സിന്ധുക്കളുമായി ചേർന്നതും അവരിൽ നിന്ന് ഉദ്ഭവിച്ചതുമായ വംശരത്നം ഹിന്ദുക്കളുടെ സിരകളിൽ മാത്രമാണുള്ളതെന്നും സവർക്കർ അവകാശപ്പെട്ടു. അദ്ദേഹം എഴുതി, "നമ്മൾ ഒന്നാണ്, കാരണം നമ്മൾ ഒരു രാഷ്ട്രവും വംശവും ഒരു പൊതു സംസ്കൃതിയും സ്വന്തമാക്കിയവരാണ്." 11-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി സിന്ധു നദി കടന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നതു മുതൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീണ്ടുനിന്നതും കനത്തതുമായ സംഘട്ടനത്തിൽ നമ്മുടെ ജനങ്ങൾ തങ്ങളുടെ ഹിന്ദുസ്വത്വത്തെക്കുറിച്ച് തീവ്രമായി ബോധവാന്മാരായി തീർന്നുവെന്നും പുസ്തകം പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന തന്ത്രത്തെ സാധൂകരിക്കുന്നതിനുള്ള ശ്രമത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരല്ല, മുസ്ലിങ്ങൾക്കെതിരായാണ് ഹിന്ദുക്കൾ എന്ന് സ്ഥാപിക്കാനാണ് പുസ്തകം ശ്രമിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തായി വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള തീവ്ര ശ്രമത്തിൽ പങ്കാളിയാകുകയായിരുന്നു അദ്ദേഹം. പുരാതന കാലം മുതൽ ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്നും മുസ്ലിം അധിനിവേശക്കാർ ഇരു സമുദായങ്ങൾക്കുമിടയിൽ നീണ്ടകാലത്തെ സംഘർഷത്തിന് കാരണമായെന്നും ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം മുസ്ലിങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഹിന്ദുക്കളുടെ പ്രധാന ലക്ഷ്യമെന്നും വാദിക്കുന്നതിൽ സവർക്കർ ഉത്സുകനായിരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് മാസങ്ങൾക്കകം തന്നെ സവർക്കർ ജയിൽ മോചിതനായി. അതുകഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം 1925 ഭരണഘടനയില്ലാതെയും ലക്ഷ്യങ്ങളെയും ഉദ്ദേശ്യങ്ങളെയും പ്രതിപാദിക്കാതെയും രൂപം കൊണ്ട RSSന് ആശയടിത്തറ നൽകുന്നതാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിനു ശേഷം മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ പേഷ്വാ ഭരണം സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നു. അവരുടെ ഒരു സംഘടനയായി ഇത് വ്യാപകമായി കരുതപ്പെടുകയും ചെയ്തു. പേഷ്വാ ഭരണാധികാരികളുടെ ഭഗവ പതാക സ്വന്തം പതാകയായി RSS സ്വീകരിച്ചത് അവരുടെ രഹസ്യ ആഗ്രഹത്തിന്റെ സൂചനയായിട്ടാണ് കണ്ടത്. അതിനാൽ ബ്രാഹ്മണരല്ലാത്തവർക്ക് അതിനോട് ഒരു അനുകമ്പയും അന്ന് ഉണ്ടായിരുന്നില്ല. സവർക്കർ നേതൃത്വത്തിലെത്തിയതോടെ RSS ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളിലും പ്രവൃത്തികളിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. കോളനി വാഴ്ചയ്ക്കെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്ത എല്ലാ പാർട്ടികളിൽ നിന്നും അവർ അകലം പാലിച്ചു. 1930 മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിൽ ചേരുന്നതിന് RSSനകത്തു നിന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അംഗങ്ങൾക്ക് വ്യക്തിപരമായി ചേരാമെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇത് വ്യക്തമാക്കി ഹെഡ്ഗേവാർ ശാഖകൾക്ക് കത്തെഴുതുകയും ചെയ്തു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ ചേർന്നുവെങ്കിലും അതിനു മുമ്പ് സർവസംഘചാലക് സ്ഥാനം രാജിവച്ചിരുന്നു. സവർക്കറും RSSും പിന്തുടർന്ന ഹിന്ദുത്വ വർഗീയ സമീപനം മുസ്ലിം വർഗീയതയെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയെ വിഭജിക്കുകയെന്ന ആവശ്യത്തിന് അടിത്തറ പാകുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ആശയത്തെക്കുറിച്ച് RSSനും ഹിന്ദു മഹാസഭയ്ക്കും പുറത്ത് അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ 1937 അദ്ദേഹം ഹിന്ദു മഹാസഭ പ്രസിഡന്റായപ്പോൾ ഈ ആശയം ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രകടിപ്പിച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം വഷളായിക്കൊണ്ടിരിക്കുന്ന സാമുദായിക അന്തരീക്ഷത്തിന് ആക്കം കൂട്ടി. 3 വർഷത്തിനു ശേഷം 1940 മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാജ്യമാകെ ഒറ്റക്കെട്ടായി നിലകൊണ്ടപ്പോൾ സവർക്കർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണ് ശ്രമിച്ചത്. 1942 ഓഗസ്റ്റ് 11 ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ മുഴുവൻ ഹിന്ദു സഭക്കാരോടും പ്രത്യേകമായും ഹിന്ദുക്കളോട് പൊതുവായും ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾവാർക്കറുടെ നേതൃത്വത്തിലായിരുന്നപ്പോഴും RSS ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊതുവായി ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മാത്രമല്ല, കൊളോണിയൽ ഭരണാധികാരങ്ങൾക്ക് അനുയോജ്യ നിലപാട് സ്വീകരിക്കാനും
ഹിന്ദുത്വ ആശയം സവർക്കറെ പ്രേരിപ്പിച്ചു. തന്റെ രചനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദേശവിരുദ്ധ മുസ്ലിം വിരുദ്ധ വികാരങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സവർക്കർ ശ്രമിക്കുകയും ചെയ്തു. സവർക്കറുടെ ഈ നിലപാട് തന്നെയാണ് RSS പിന്തുടർന്നത്. ഇതെല്ലാം കൊണ്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ സവർക്കറെയും RSSനെയും പ്രശംസിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ദേശീയ പ്രസ്ഥാനത്തെയും അപമാനിക്കുന്നത് തുല്യമാകുന്നത്.